ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയ ശേഷം ജയനിർമ്മലയുടെ വക്കീലിനെയൊക്കെ വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും മാനസയെ പുറത്തിറക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അവിടേക്ക് ദേവൻ വരുന്നത്. എന്നിട്ട് ദേവൻ ചോദിക്കുകയാണ് എന്തായി എന്ന് ചോദിക്കും. ഞാൻ നമ്മുടെ വക്കീലിനെയൊക്കെ ഒന്ന് വിളിച്ചതാണ് ദേവേട്ട, പക്ഷെ ഒരു കാര്യവുമില്ല. എന്തായാലും ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് ജയനിർമ്മല നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ദേവനെ കൊണ്ട് കഴിയുന്നത് പോലെ പലർക്കും വിളിക്കുന്നുണ്ട്, പക്ഷേ ഒരു പ്രയോജനവുമില്ല. CM ഒക്കെ ഇടപെട്ട കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ നിർമ്മല സ്റ്റേഷനിലെത്തുന്ന സമയത്ത് മാനസയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് മാനസയും സുനിൽ ശർമ്മയും ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കാണ്ടോ. അത് കാണുന്ന സമയത്ത് മാനസയ്ക്ക് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് എല്ലാ സത്യവും പോലീസിൻ്റെ മുന്നിൽ പറയേണ്ടി വരുമല്ലോ എന്ന് പേടിയോട് കൂടിയിട്ടാണ് മാനസ ഇരിക്കുന്നത്. അപ്പോൾ സുനിലിൻ്റെ അച്ഛനും അമ്മയും മണി ശർമ്മയും ഒക്കെ ഒപ്പമുണ്ടാവും. എന്നിട്ട് പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾ അവസാനമായി കണ്ടതെന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ദിവസമൊന്നും ഓർമ്മയില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ പിരിഞ്ഞത്, എന്തിനാണ് സുനിൽ ശർമ്മ നിന്നെ കാണാൻ വേണ്ടി വന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പം മാനസ പറയണേ, സുനിൽ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സുനിലിന് മറ്റൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സുനിൽ എന്നെ കാണാൻ വേണ്ടി വന്നത്. അവന് എന്നെ ഏൽപ്പിച്ചിരുന്ന ലോക്കറിൻ്റെ കീ വാങ്ങാനാണ് വന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സുനിലിൻ്റെ അമ്മയും അച്ഛനും അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഒരു കഥ ഇതിലുണ്ടോ എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് മാനസ എന്തിനാണ് ആ കീ കൊടുത്തത്, എന്താണ് ആ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ദുബായിലായിരുന്ന സമയത്ത് സുനിൽ എന്നെ ഏൽപ്പിച്ച ലോക്കറിൻ്റെ കീ ആയിരുന്നു. അതിലെന്തോ ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ മറ്റോ എന്തൊക്കെയാണ്, കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുനിൽ എന്നെ കാണാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാനും സുനിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അന്നായിരുന്നു അവസാനമായിട്ട് ഞാൻ സുനിലിനെ കണ്ടത്. അതിൻ്റെ ശേഷം പിന്നെ സുനിലുമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വഴക്കിട്ട പിറ്റേ ദിവസം ഞാൻ സുനിലിന് ലോക്കറിൻ്റെ കീ കൊടുക്കാൻ വേണ്ടി ചെന്നിരുന്നു. എന്നിട്ട് ഞാൻ സുനിലുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ സുനിലുമായി വഴക്കിട്ട ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. അതിൻ്റെ ശേഷം ഞാൻ സുനിലിനെ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പതർച്ചയോട് കൂടി പറയുകയാണ് ഞങ്ങൾ ഒരു തവണ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ ആരാണ് നിനക്ക് ഫോൺ ചെയ്തത്, സുനിലാണോ അതോ നീ സുനിലിനെയാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാനസ അവിടെ കള്ളം പറയുകയാണ്. സുനിൽ എന്നെ വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ കള്ളം പറയുകയാണല്ലേ എന്നും പറഞ്ഞ് മാനസയുടെ കാരണം നോക്കി പോലീസ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ നീയാണ് സുനിലിനെ അങ്ങോട്ട് വിളിച്ചത്, എന്നിട്ട് നിങ്ങൾ 45 മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംസാരിച്ചത് എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയണേ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടെ. അപ്പോൾ പോലീസ് പറയണേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമില്ല. പക്ഷേ അതിൻ്റെ ശേഷം പിന്നെ നീ സുനിലിനെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പിന്നെ സുനിലിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ പോലീസ് പറയണേ അപ്പോൾ നിന്നെ സുനിൽ പല തവണ 50-ൽ പരം തവണ നിന്നെ സുനിൽ വിളിച്ചിട്ടുണ്ട്. അവസാനമായി ഫോണിൽ സംസാരിച്ചത് 45 മിനിറ്റാണ്. അതിൻ്റെ ശേഷമാണ് സുനിൽ പിന്നെ നിന്നെ വിളിക്കാതിരുന്നതും പിന്നീട് സുനിലിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയതും. അതിൻ്റെ ശേഷം ഇതുവരെയും സുനിലിൻ്റെ ഫോണ് ഓൺ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് എന്താണ് സംസാരിച്ചത് എന്നാണ് അറിയേണ്ടത്. അതിൻ്റെ ശേഷമാണ് സുനിലിൻ്റെ ഫോണ് ഓഫ് ആയത് എന്ന് പറയട്ടോ. അപ്പോഴൊക്കെ മാനസ പതർച്ചയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. മനസ്സയെ ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് തന്നെ അവിടെ ജയ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ജയ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ജയ ആകെ അന്തം വിടുകയാണ്. സുനിലുമായിട്ട് അവസാനമായി 45 മിനിറ്റ് സംസാരിച്ചു എന്നുള്ള വാക്കൊക്കെ പറയുമ്പോഴും പിന്നീട് ലോക്കറിൻ്റെ കീ കൊടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് ജയനിർമ്മല അന്തം വിടുകയാണ് കേട്ടോ. മാനസ അപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ പോലീസ് മാനസയെ അടിച്ച സമയത്ത് ജയ പറയുകയാണ് സാറേ അവൾ ഗർഭിണിയാണെന്ന് പറയുന്ന സമയത്താണ് അടിയൊക്കെ നിർത്തുന്നത്. അങ്ങനെ പിന്നെ മാനസയോട് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് പോലീസുകാർ ഇടപെടുന്നത്. നീ ഗർഭിണിയാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ക്ഷമിച്ചേക്ക്, എന്തായാലും അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെ പറയണം എന്ന് പറയുന്നുണ്ട്. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് പറയണേ എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചോദ്യം ചെയ്തോളാം, മാനസ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ മാനസ പറയണേ അത് വേണ്ട സാറേ, എന്നോട് ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാനസയിൽ നിന്നും ഒരേ ഒരു സത്യം മാത്രമാണ് മാനസ ഞങ്ങളോട് പറയേണ്ടത്. അന്ന് ഫോൺ വിളിച്ച് വെച്ച സമയത്ത് എന്താണ് നിങ്ങൾ ആ 45 മിനിറ്റ് സംസാരിച്ചത്? അതിൻ്റെ ശേഷമാണ് സുനിലിൻ്റെ ഫോൺ ഓഫായതും അതിൻ്റെ ശേഷമാണ് സുനിലിനെ കാണാതായിട്ടുള്ളത്.
നടക്കുന്നതും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ സംസാരിച്ചത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതോടുകൂടി സുനിലിനെ കാണാതായതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുമ്പോൾ മാനസ അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്നിട്ട് മാനസ പോലീസിനോട് അക്കാര്യം പറയുന്നില്ല. അങ്ങനെ പോലീസ് പറയണ ഇപ്പോൾ തൽക്കാലം മാനസയെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മാനസയെ പോയിക്കോളൂ എന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ്. അങ്ങനെ മാനസയെ അവർ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല പെട്ടെന്ന് പേടിയോട് കൂടി വെപ്രാളത്തോട് കൂടിയിട്ട് പിന്നെ ഭാവനയാണ് വിളിക്കുന്നത്. അങ്ങനെ ഭാവനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാനസയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതറിയുന്ന സമയത്ത് ഭാവന വെപ്രാളം പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് അജിത് സാർ ആണോ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, വനിതാ പോലീസാണ് എന്ന് പറയണേ. മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ പോയി എന്ന് പറയുമ്പോൾ അവനെ പറയണേ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവർ CM-നെ കൊണ്ടൊക്കെ വിളിച്ചു പറയിപ്പിച്ചതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടായി. ആന്റി വായോ, നമുക്ക് മേഡത്തിനോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ വനിതാ പോലീസിനോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. എന്നിട്ട് ഭാവനയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ മോൻ്റെ ഭാര്യയാണ്. ഭാവന പറയണ മാനസ നിരപരാധിയാണ് മേഡം, അവൾക്ക് സുനിലിനെ കാണാതായതിൻ്റെ പിന്നിൽ അവൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് വനിതാ പോലീസ് ചോദിക്കാട്ടോ. അപ്പോൾ ഭാവന പറയണ അതല്ല മേഡം, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. പോരാത്തതിന് അവൾ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും ഇവിടെ അവൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇനി എന്ത് പറയാനുണ്ടെങ്കിലും അത് കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന വീണ്ടും ചോദിക്കുകയാണ് മാനസയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട്, അത് നടക്കുമോ എന്നൊന്നും അറിയില്ല. കാരണം മാനസയ്ക്കെതിരെ പരാതി തന്നതും കേസെടുക്കാൻ പറഞ്ഞതും എല്ലാം മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയുമാണ്. അവരുടെ മോനെ കാണാതായതിൻ്റെ സത്യാവസ്ഥ അവർക്ക് പുറത്തു കൊണ്ടുവരണമല്ലോ, അതുകൊണ്ട് അവരിതിന് നിൽക്കുമോ എന്നൊന്നും അറിയില്ല. അവർ പരാതി പിൻവലിച്ചാൽ പിന്നെ മാനസയെ പറഞ്ഞയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്കൊന്ന് നോക്ക് എന്നും പറഞ്ഞ് വനിതാ പോലീസ് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജയനിർമ്മല ഭാവനയുടെ കാല് പിടിക്കുകയാണ്. ഭാവന, ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എങ്ങനെയെങ്കിലും മഹേന്ദ്ര ശർമ്മയെയും മോഹിനി ശർമ്മയെയും കണ്ട് മാനസയെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം. അവളുടെ ശരീരം വളരെ വീക്കാണ്, നിനക്ക് അറിയാവുന്നതല്ലേ, അവളെ ഈ സാഹചര്യത്തിൽ പോലീസുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, നീ എങ്ങനെയെങ്കിലും അവരെ പോയി കണ്ട് സംസാരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണേ ഞാൻ സംസാരിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആൻറ്റി, എന്നോടും അവർക്കിപ്പോൾ ദേഷ്യമായിരിക്കും എന്ന് പറയുമ്പോൾ എന്നാലും നിന്നോട് അവർക്കൊരു മതിപ്പുണ്ടാവും, നിന്നെ അവർ തട്ടിക്കൊണ്ടുപോയിട്ടും നീ ഇതുവരെയും അവർക്കെതിരെ ഒരു പോലീസ് കേസ് പോലും കൊടുത്തിട്ടില്ലല്ലോ, ആ ഒരു പരിഗണന എന്തായാലും ഭാവന നിന്നോട് അവർ കാണിക്കാതിരിക്കില്ല. ഈ ആൻറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് പോയി അവരെ കാണണം, നിന്റെ കാല് പിടിക്കാം എന്ന് പറയുമ്പോൾ എന്തിനാ ആൻറ്റി എപ്പോഴും ഓരോന്നിനും തൊട്ടതിനും പിടിച്ചതിനും എൻ്റെ കാലിങ്ങനെ പിടിക്കാൻ നിൽക്കുന്നത്, ഞാനൊന്ന് ശ്രമിക്കാം, ഞാനൊന്ന് അവിടെ പോവട്ടെ, എനിക്ക് സൂര്യയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്ന് പറയുമ്പോൾ സൂര്യയെ ഞാൻ വിളിച്ചിരുന്നു, സൂര്യ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സൂര്യ ഒരു വഴിക്ക് പോയതാണ്, ഞാൻ എന്തായാലും മഹേന്ദ്ര ശർമ്മയെയും മോഹിനി ശർമ്മയെയും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഭാവന പോവുകയാണ് കേട്ടോ. അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവന ഞാൻ ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും, നീ പോയിട്ട് ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഭാവനയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭാവന മഹേന്ദ്ര ശർമ്മയെയും മോഹിനി ശർമ്മയെയും കണ്ട് സംസാരിക്കുകയാണ്. മാനസ നിരപരാധിയാണ്, അവൾക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾ ഒരിക്കലും അത് പിൻവലിക്കില്ല, എൻ്റെ മോനെ കാണാതായതിൻ്റെ പിറകിൽ അവൾക്ക് എന്തോ ഒരു പങ്കുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ തിരിച്ചു കിട്ടണം, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് CM-നെ ഒക്കെ ഇതിൽ ഇടപെടുത്തിയത് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാനസ ഗർഭിണിയാണ്, ഒരു പക്ഷേ ഞങ്ങൾ ആരും കരുതുന്നത് പോലെ ആവില്ല, മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് നിങ്ങളുടെ സുനിലിൻ്റെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെയും മാനസയെയും ബാധിക്കുന്നത് അത് നിങ്ങളെ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ ഭാവന നീ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് മാനസയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ പറയുന്നതിലും എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിലോ, ഒരു പക്ഷേ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് സുനിലിൻ്റേതാണെങ്കിലോ അപ്പോൾ അതും നിങ്ങൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയട്ടോ. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്, മാനസയെ ഞങ്ങൾ പുറത്തിറക്കണമെന്നോ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് മഹേന്ദ്ര ശർമ്മ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്ക്, സുനിലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നടന്ന് കിട്ടാറുമുണ്ട്, എൻ്റെ അച്ഛൻ്റെ കാവൽ എനിക്ക് ഉള്ളതാണ് എന്ന് പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മ ചോദിക്കുകയാണ് അല്ല മാനസയെ ഞങ്ങളിപ്പോൾ വെറുതെ വിടാൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ ആരൊരു തീരുമാനമുണ്ടാക്കും, ഞങ്ങളുടെ മോനെ പിന്നെയും ഞങ്ങൾ എവിടെ പോയി കണ്ടെത്തും എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയണേ എനിക്ക് കുറച്ച് സാവകാശം തരണം,
2 ആഴ്ചത്തെ ഒരു സമയം തരണം, അതിനുള്ളിൽ സുനിലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയണേ, എങ്കിൽ ഞാൻ അതിന് സമ്മതിക്കുന്നു. 2 ആഴ്ചത്തെ സമയം ഞാൻ നിങ്ങൾക്ക് തരാം, അതിനുള്ളിൽ എൻ്റെ മോനെക്കുറിച്ചുള്ള വിവരം എനിക്ക് കിട്ടിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് തീരുമാനവും എടുക്കും, അതിന് തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയാണ്, ഒരു തടസ്സവുമില്ല, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അത് അനുസരിച്ചോളാം. 2 ആഴ്ചത്തെ ഒരു സമയം മാത്രം തന്നാൽ മതി, മാനസയെ ഇപ്പോൾ വെറുതെ വിടാൻ നിങ്ങൾ പറയണം എന്ന് പറയണം. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയാണ്, മാനസയെ ഞങ്ങൾ വിടാൻ വേണ്ടി പറയാം, പക്ഷേ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല. 2 ആഴ്ചത്തെ സമയം ഭാവനയ്ക്ക് ഞങ്ങൾ തരും. അപ്പോൾ ഭാവന ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ എന്ന് ചോദിക്കുമ്പോൾ 2 ആഴ്ച കഴിയുന്ന ആ ഒരു ദിവസം തന്നെ ഞാൻ അക്കാര്യം നിന്നോട് പറയും. വാക്ക് മാറ്റാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഭാവന പറഞ്ഞു, ഇല്ല വാക്ക് മാറ്റില്ല എന്ന് പറയണേ, എങ്കിൽ മാനസയെ ഇപ്പം തന്നെ വിട്ടയക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറയണേ. അങ്ങനെ ഭാവന തൊഴുതുകൊണ്ട് അവരോട് നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന പോവുകയാണ് സ്റ്റേഷനിലേക്ക്. അടുത്ത എപ്പിസോഡിൽ ഭാവന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോഴത്തേക്കും മാനസയെ വെറുതെ വിടാൻ മഹേന്ദ്ര ശർമ്മ വിളിച്ചു പറഞ്ഞ പ്രകാരം അവർ വെറുതെ വിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് സൂര്യയൊക്കെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ സൂര്യയും ഭാവനയും ജയനിർമ്മലയൊക്കെ കൂടിയിട്ട് മാനസയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അജയനും പ്രസീതയൊക്കെ ഓടി വരികയാണ്, ദേവനൊക്കെ. അപ്പോൾ മാനസ വല്ലാതെ അങ്ങ് തളർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ മാനസയോട് ജയനിർമ്മല പറയുകയാണ്, മോളെ സുനിലിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, സുനിൽ ശർമ്മയ്ക്ക് ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അയാൾ ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. കാരണം നിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയും നിന്നെ അവർ ജയിലിലേക്ക് കൊണ്ടുപോകും. നിൻ്റെ പേരിലാവും പിന്നെ അടുത്ത കുറ്റം വരാൻ പോകുന്നത്. അതുകൊണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച മോളെ എന്നൊക്കെ ജയനിർമ്മല മാനസയോട് പറയുകയാണ്. മാനസയെ വീട്ടിലാക്കിയ ശേഷം ഭാവനയും സൂര്യയും തിരിച്ച് ഗായത്രിയുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയം മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും മണി ശർമ്മയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര ശർമ്മയോട് മണി ശർമ്മ പറയുകയാണ്, എന്തിനാണ് മാനസയെ വെറുതെ വിടാൻ പറഞ്ഞത്? നമ്മുടെ സുനിൽ എവിടെയാണ് ഉള്ളത് എന്ന് അവൾക്കറിയാം, അതുകൊണ്ടാണ് അവളെ സത്യം പറയാതിരിക്കുന്നത്. എന്തിനാണ് അവളെ വിട്ടയക്കാൻ പറഞ്ഞത്? അവളെ കൊണ്ട് പോലീസുകാർ സത്യം പറയിപ്പിച്ചേനെ എന്ന് പറയട്ടോ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയണേ, ഭാവനയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചത്തെ സമയവും ഭാവനയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ സുനിൽ എവിടെയാണ് ഉള്ളതെങ്കിൽ അവൾ കണ്ടെത്തി തരാമാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോൻ സുനിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായും തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറയണേ. അപ്പോൾ മോഹിനി ശർമ്മയൊക്കെ പറയുന്നുണ്ട്, മാനസ തന്നെയാണ് നമ്മുടെ മോനെ കാണാതായതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത് മഹിയേട്ട എന്നൊക്കെ പറയുമ്പോൾ, ഭാവന പറഞ്ഞതല്ലേ, ഭാവന പറയുന്നത് തൽക്കാലം നമുക്ക് കേൾക്കാം എന്ന് പറയാണ്. അങ്ങനെ മാനസയെ തേടി ദേവന്റെ വീട്ടിലേക്ക് ഒരു സ്വാമിയുടെ വേഷത്തിൽ ഒരാൾ വരികയാണ് കേട്ടോ. ഇത് മിക്കവാറും സുനിൽ ശർമ്മയായിരിക്കും. സുനിൽ ഇത്രയും നാളും തീർത്ഥാടനത്തിലായിരുന്നു. ഞാൻ എൻ്റെ പാപഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഞാനൊരു നല്ല മനുഷ്യനാവാനും വേണ്ടിയിട്ടാണ് തീർത്ഥാടനത്തിന് പോയത് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോഴാണ് സുനിൽ ആ സത്യം ഇനി പറയാൻ പോകുന്നത്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സുനിലിൻ്റേതാണെന്നുള്ള സത്യം ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുനിൽ വിളിച്ചു പറയാൻ പോവുകയാണ്.